ഇന്നലെ അപകടമുണ്ടായ ഈ സ്ഥലം നമുക്ക് ഒന്നുകൂടി വിശദമായി പരിശോധിച്ചു വരണം. എന്താണ് ഈ പനയമ്പാടത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ പല ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്നു, കാണുന്നു പ്രേക്ഷകരെ. യഥാർത്ഥത്തിൽ ഇതിന് ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്ന സിമൻറ്റ് കയറ്റിയ ലോറിയാണിത്. വളവിലൂടെ കുഞ്ഞുങ്ങൾ കരിമ്പ സ്കൂളിൽ നിന്നും പനയമ്പാടം ജംഗ്ഷനിലേക്ക് നടന്നു വരുന്നു. 5 പേരാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. 4 പേരുടെ ചിത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പാലക്കാട് നിന്നും സിമൻറ്റ് കയറിയ ലോറി ഇവിടേക്ക് വരുമ്പോൾ ഇത് ഷേപ്പിലുള്ള ഒരു ഹൈവേ റോഡാണ് എന്ന് പ്രേക്ഷകർക്ക് കാണാം. മാത്രമല്ല ഇവിടെ അശാസ്ത്രീയമായി റോഡിൻ്റെ ചരിവ് ആ ഭാഗത്തേക്കാണ്. അതായത് റോഡിൻ്റെ ചരിവ് അല്പം റൈറ്റ് സൈഡിലേക്ക് വരേണ്ടതിന് പകരം റോഡിന് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട്. മാത്രവുമല്ല ഈ ഭാഗത്ത് 4 പ്രധാനപ്പെട്ട തടസ്സങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ചെറിയ സ്പീഡ് ബ്രേക്കറുകൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ റോഡിലേക്ക് വരുന്ന ഭാഗത്തും സ്കൂളിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തും അത്തരം സ്പീഡ് ബ്രേക്കറുകളുടെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ഈ സാറ്റലൈറ്റ് ഇമേജിങ്ങിൽ കാണാം. പക്ഷേ നിരന്തരം വാഹനങ്ങൾ ഓടി അതിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെടുകയും അവിടെ ആ സ്പീഡ് ബ്രേക്കറുകൾക്ക് പ്രസക്തിയില്ലാതെ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അമിത വേഗതയിൽ വാഹനം വീശിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്, മഴയില്ലാത്ത സാഹചര്യത്തിൽ പോലും. മഴയുള്ള സാഹചര്യമാണെങ്കിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് പാലക്കാട് വരുന്ന വാഹനങ്ങളും പാലക്കാട് നിന്ന് മണ്ണാർക്കാട് പോകുന്ന വാഹനങ്ങളും ഈ റോഡിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ 2023 നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യം നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ്. ഒരു ലോറി നിയന്ത്രണം വിട്ട് അടുത്ത സൈഡിലേക്ക് പോയി ഒരു പോസ്റ്റിൽ ഇടിക്കുന്നതായിരുന്നു ആ ദൃശ്യം. നോക്കൂ, ഇവിടെ പാലക്കാട് നിന്ന് സിമൻറ്റ് കയറ്റിയ ലോറി മണ്ണാർക്കാട് ഭാഗത്തേക്ക് ഇടതുവശം ചേർന്ന് വരുന്നു. വാഹനം അത്യാവശ്യം നല്ല വേഗതയിലാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള മറ്റൊരു ലോറി മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. കുട്ടികൾ നടന്ന് അക്ഷയ സെൻറ്ററിന് സമീപത്തേക്ക് എത്തുന്നു. ആ സമയത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ കടന്നു പോകുന്നുണ്ട് ഒരു വണ്ടി. ആ വണ്ടി യഥാർത്ഥത്തിൽ CCTV ദൃശ്യങ്ങളിൽ പ്രകടവുമാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറി കുഞ്ഞുങ്ങളെ കടന്ന് മുന്നോട്ട് പോകുന്നു. നിമിഷ നേരം കൊണ്ട് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് ഈ വാഹനം റൈറ്റ് ഡയറക്ഷനിലേക്ക് മാറുന്നു. അഥവാ പാലക്കാട് നിന്ന് വരുന്ന സിമൻറ്റ് കയറി വന്ന ലോറിയുടെ ട്രാക്കിലേക്ക് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനം പോകുന്നു. വാഹനം അതിൻ്റെ ഫ്രണ്ടിൽ ഇടിക്കുന്നതിനെ തുടർന്ന് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. വാഹനം തെന്നിമാറി കുഞ്ഞുങ്ങളെയും ഇടിച്ച് ഈ റോഡ് സൈഡിലേക്ക് മറിഞ്ഞ് ഒരു വീടിൻ്റെ മുന്നിൽ പോസ്റ്റിലിടിച്ച് മരത്തിലിടിച്ച് താഴേക്ക് മറിയുന്നു. 4 കുഞ്ഞുങ്ങളും ഇതിന് കീഴിൽപ്പെടുന്നു. അജിന മാത്രം ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്. ഈ സ്പീഡ് ബ്രേക്കറുകൾ നേരത്തെ വെച്ചുവെങ്കിലും അത് കാലാനുസൃതമായി പുതുക്കിയില്ല. പകരം ഈ റോഡിൽ നല്ല ഒന്നാന്തരം മിനുസമുള്ള ഭാഗമാണ്, സ്മൂത്തനിങ് ഉള്ള റോഡ്, എന്തുകൊണ്ട് റഫാക്കിയില്ല എന്നൊരു ചോദ്യം. റഫാക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ച് JCB കൊണ്ടുവന്ന് ചില ഭാഗങ്ങളിലൊക്കെ ചില റഫ് സർഫസ് ഉണ്ടാക്കിയെങ്കിലും റോഡിൻ്റെ മധ്യത്തിലൊന്നും ഇപ്പോഴും ആ സ്മൂത്തനിങ് അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മഴ പെയ്താൽ വെള്ളം പോകാനുള്ള ഡ്രെയിനേജിങ് സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ റോഡിലൂടെ വെള്ളം ഒഴുകും. പ്ലെയിനിങ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ ജലപാളി രൂപപ്പെടുന്നതോടുകൂടി വാഹനം തെന്നിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. നിരന്തരം അപകടമുണ്ടാവുന്നതിന് ഈ പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മാത്രം 2 സിഗ്നലുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സിഗ്നലുകൾ ഇങ്ങനെ ലൈറ്റ് മിന്നി കത്തും എന്നതിനുമപ്പുറത്തേക്ക് നിരന്തരം ഒരു പോലീസിനെ അവിടെ ഡ്യൂട്ടിക്കിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് യോഗ തീരുമാനപ്രകാരം അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭാഗമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കാൻ പോകുന്നു. നാളെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പനയമ്പാടത്ത് വിശദമായ പരിശോധന നടത്തും. ഈ വളവ് നിവർത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. നാട്ടുകാരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യം ഈ വളവ് നിവർത്തിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ള കടകൾ, ഇവിടെ പള്ളികൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക ചിലർക്കെങ്കിലുമുണ്ട്. സർക്കാരിനും ആ ആശങ്കയുണ്ട്. എന്തായാലും കാലങ്ങളായുള്ള ഒരാവശ്യമായിരുന്നു ഈ റോഡിൻ്റെ വളവ് നിവർത്തുകയും അതിൻ്റെ അശാസ്ത്രീയത പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ അതൊന്നും കൃത്യസമയത്ത് കേട്ടില്ലെന്ന് മാത്രമല്ല, 2022 തന്നെ കോങ്ങാട് MLA ശ്രദ്ധ ക്ഷണിക്കൽ നിയമസഭയിൽ നടത്തുമ്പോൾ ഈ അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. 55 അപകടങ്ങളിലായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും ജീവൻ നഷ്ടപ്പെടാൻ കഴിയില്ല എന്ന നിലപാടെന്ന് നാട്ടുകാരെടുത്തു. പക്ഷേ അതൊന്നും അധികത ചെവികൊണ്ടില്ല. ഇന്നിപ്പോൾ അതൊരു കൊലപാതകയായി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം.